രഞ്ജിനി ഇത് പോയത് ആരുടെയെങ്കിലും പ്രേരണ ഇല്ലെങ്കിൽ രഞ്ജിനി എന്തിനാണ് ഇതിന് പോയത് എന്നുള്ളത് രഞ്ജിനി വ്യക്തമാക്കണം. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രബലന്മാരായ ആളുകളുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, പിന്നെ അതുപോലെ നടന്മാരുണ്ട്, നടികളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. പേര് പുറത്തു വന്നാൽ 100% വയ്യാതാവുന്ന മാത്രമേ തലമുണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് നടക്കാൻ പറ്റൂ. അതായിരിക്കും അവസ്ഥ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുമെന്ന് എനിക്ക് യാതൊരു വിശ്വാസമില്ല. കാരണം അത് ഇങ്ങനെ സർക്കാരിൻ്റെ ചുവപ്പ് നാടേ കുടുങ്ങി അത് മുമ്പോട്ട് പോകത്തേ ഉള്ളൂ. കാരണം ഇത് പുറത്ത് വരണമെങ്കിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സർക്കാരിൻ്റെ മേശയ്ക്കകത്ത് പൂട്ടിവെച്ചിരുന്ന ഈ സാധനം ഇന്നേ വരെ പുറത്തു വിട്ടിട്ടില്ല. അത് പുറത്തു വിടാതിരിക്കാനുള്ള മെയിൻ കാരണത്തിൽ എനിക്ക് തോന്നുന്നത് സിനിമയിലെ ചില ആളുകൾ ഇതിനകത്ത് പ്രതികളായിട്ട് തന്നെ വരും. പ്രതികളെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ പേരുവിവരങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും മലയാള സിനിമയ്ക്കകത്ത് നടന്നുകൊണ്ടിരുന്ന ചില വൃത്തികെട്ട സ്വഭാവങ്ങളുള്ള ചില ആളുകൾ അവരുടെയൊക്കെ ആ പേരുവിവരങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ അവരുടെ ആരെയും പേര് പുറത്ത് വിടില്ല, അല്ലെങ്കിൽ മൊഴി കൊടുത്ത ആളുകളുടെ പേര് പുറത്ത് വിടില്ല, ബാക്കിയുള്ള പേജുകളെ പുറത്ത് വിടുള്ളൂ എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എത്ര പേജുകൾ പുറത്ത് വിട്ടാലും അതിനകത്തൊരു കാര്യമുണ്ട്. അതായത് ഇന്ന സമയത്ത് ഇന്ന ലൊക്കേഷനിൽ ഇന്ന ആൾ നടന്നു അല്ലെങ്കിൽ ഇന്ന സംഭവം നടന്നു എന്നൊരാൾ പറഞ്ഞാൽ ആ ലൊക്കേഷനിൻ്റെയും ആ സ്ഥലത്തിൻ്റെയും ഒക്കെ പ്രത്യേകത വെച്ചിട്ട് അതിൽ ജോലി ചെയ്ത ഒരു സിനിമയിൽ ജോലി ചെയ്യുന്ന 120 ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അറിയുന്നതിലും വേഗം ആ ലൊക്കേഷൻ മുഴുവനും പടർന്നു പിടിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം കൂടി ചേർന്ന് ഈ റിപ്പോർട്ട് പൂഴ്ത്തി വെക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അങ്ങനെയാണ് ഈ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് ആദ്യം ഒരു ഹർജി കൊടുപ്പിച്ചത്. സജിമോൻ പാറയിൽ ആരാണ് സിനിമയിൽ? അയാൾ തമ്പുരാട്ടി എന്നൊരു സിനിമ മാത്രമേ അയാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കോ പ്രൊഡ്യൂസറാണെന്നോ മറ്റോ പറയുന്നത് കേട്ടു, എനിക്കറിയില്ല സത്യം ഏതാണെന്നുള്ളത്. അയാൾക്ക് സിനിമയുമായി യാതൊരു ബന്ധങ്ങളും അല്ലാതില്ല. അങ്ങനെ ബന്ധമില്ലാതിരിക്കുന്ന ഒരാളെ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത്? അങ്ങനെ അയാളെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഹർജി കൊടുത്തു, ഹർജി തള്ളിപ്പോയി. കോടതി അത് പുറത്തുവിടാൻ പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ അവസാന ദിവസം കൊണ്ടുപോയി രഞ്ജിനി കൊണ്ടുപോയി, നടി രഞ്ജിനി അവർ കൊണ്ടുപോയിട്ട് ഇതേപോലൊരു ഹർജി വീണ്ടും കൊടുത്തിരിക്കുന്നു, അപ്പീൽ കൊടുത്തിരിക്കുന്നു. ഈ അപ്പീലിൽ എന്താണ് കാര്യം? അല്ലെങ്കിൽ ഈ ഹർജി കൊടുത്താൽ എന്താണ് കാര്യം? എന്താണ് രഞ്ജിനി പറഞ്ഞിരിക്കുന്നത്? അതിൽ ഞാൻ കൊടുത്ത മൊഴി എനിക്കറിയണമെന്നാണ് പറഞ്ഞത്. നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലും ഒരു മൊഴി കൊടുക്കുകയാണെങ്കിൽ ആ മൊഴി എന്താണെന്ന് വായിച്ചു കേൾക്കാനുള്ള അധികാരം നമുക്കുണ്ട്. ഇത് അവർക്ക് ആവശ്യമെങ്കിൽ അവർ നേരത്തെ പോയിട്ട് ഈ മൊഴി വായിച്ച് കേൾക്കാമായിരുന്നു. വനിതാ കമ്മീഷനിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പിന്നെ ഹേമ കമ്മിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പിൽ നിന്നോ അവരുടെ മൊഴി അവർക്ക് വായിച്ചു കേൾക്കാമായിരുന്നു. അവരതിനൊന്നും മുതിരാതെ അത് പറ്റില്ല, ഈ റിപ്പോർട്ടിന് ഞങ്ങൾക്ക് കോപ്പി തരാതെ ഇത് പുറത്തു പോകരുത് എന്നൊക്കെ പറയുന്നത് ബാലിശമാണ്. അത് മലയാള സിനിമയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. അതുമാത്രമല്ല, ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ പ്രബലന്മാരായ ആളുകളുണ്ട്, സംവിധായകരുണ്ട്, നിർമ്മാതാക്കളുണ്ട്, പിന്നെ അതുപോലെ നടന്മാരുണ്ട്, നടികളുണ്ട്, അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിനിമ മൊത്തത്തിൽ ഉള്ള ആളുകളെ പേരുദോഷം കേൾപ്പിക്കാതെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇത് മാറ്റി നിർത്തുക തന്നെ വേണം. അവരുടെ പേര് പുറത്തു വരാനും ഈ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാനും വേണ്ടി അവരേതറ്റം വരെയും പോകും. സുപ്രീം കോടതിയിലായിരിക്കും മിക്കവാറും അവരുടെ അടുത്ത പോക്ക്, അതിന് യാതൊരു സംശയവും. ഹർജി കൊടുത്തതെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഇരകളുടെ പേര് പുറത്തു വിടണ്ട, പക്ഷെ പ്രതികളുടെ പേര് പുറത്തു വിടാമല്ലോ. ആയിരിക്കണമല്ലോ. രഞ്ജിനിക്ക് അങ്ങനത്തെ ഒരു രഞ്ജിനി ഇത് അങ്ങനെ കൊടുക്കേണ്ട, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. രഞ്ജിനി ഇങ്ങനത്തെ ഒരു ഹർജി കൊടുക്കേണ്ട യാതൊരു ആവശ്യവും രഞ്ജിനിക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഇന്നലെ രഞ്ജിനി ഞാൻ ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ രഞ്ജിനി പറഞ്ഞു, ഇത് എനിക്ക് ഞാനൊരു സിറ്റിസണാണ്, എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നാണ്. ശരിയാണ്, ഏതോ മനുഷ്യൻ റൈറ്റ് ഉണ്ട്, കോടതിയിൽ പോകാം, അല്ലെങ്കിൽ എന്തിനു പോകാനും നമുക്ക് റൈറ്റ് ഉണ്ട്. ആ റൈറ്റാണ് അവർ പ്രയോഗിച്ചിരിക്കുന്നത്, അതിലൊന്നും അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ രഞ്ജിനി ഇത് പോയത് ആരുടെയെങ്കിലും പ്രേരണ ഇല്ലെങ്കിൽ രഞ്ജിനി എന്തിനാണ് ഇതിന് പോയത് എന്നുള്ളത് രഞ്ജിനി വ്യക്തമാക്കണം. രഞ്ജിനിയുടെ മൊഴിയാണ് അവർക്ക് പ്രശ്നമെങ്കിൽ ആ മൊഴി നേരത്തെ വായിച്ചു കേൾക്കാൻ സമയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ മൊഴി ഇനിയും വേണമെങ്കിൽ ആ സാംസ്കാരിക വകുപ്പിൽ നിന്നോ അല്ലെ എവിടെ നിന്നെങ്കിലും ആ മൊഴി വായിച്ച് കേൾക്കാം. അതിന് പകരം ഇത് മൊത്തം പുറത്തു വിടരുത് എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കാനാണ്. അവരുടെ പിന്തുണയില്ലാതെ ആരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സൊസൈറ്റിയിൽ വലിയ നിലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യാതാവില്ല. പേര് പുറത്തു വന്നാൽ 100% വയ്യാതാവുന്ന മാത്രമേ തലമുണ്ടിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് നടക്കാൻ പറ്റൂ. അതായിരിക്കും അവസ്ഥ. രാഷ്ട്രീയ പ്രേരിതം ആണല്ലോ ഇപ്പോൾ. അത് തന്നെ ഇപ്പം തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് LDF ഗവൺമെൻറ് എല്ലാം ശരിയാക്കും, എല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ ഗവൺമെൻറ് ഇത്രയും കാലം ഇത് എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരുന്നത്? എന്നിട്ട് ഇപ്പോഴും അത് പുറത്തു വിടാതിരിക്കുന്നത് എന്തിനാണ്? അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് രാഷ്ട്രീയം മാത്രമല്ല, ഇത് രാഷ്ട്രീയം സിനിമയെല്ലാം ചേർന്നൊരു കൂട്ടുകച്ചവടം തന്നെയാണ്, വേറെ ഒന്നുമല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുറത്തു വരാൻ സാധ്യത കുറവാണ്.